ഞാൻ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അനിയൻ്റെ ഫോണിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഉണ്ടായിനി. അപ്പോൾ തന്നെ ആ 2 സ്റ്റോറിയും ഓനെടുത്ത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ, അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ്. രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ മെഹനാസിൻ്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് മുന്നേ നമ്മളെല്ലാവരും അത് ഒരു ചർച്ചാ വിഷയമാക്കിയതാണ്. അതായത് അതൊരു ചർച്ചാ വിഷയമാകുക എന്നുള്ളതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസിന് ആളുകൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മെഹനാസിനോട് ആളുകൾക്ക് ഇഷ്ടക്കുറവുള്ളതിനേക്കാൾ കൂടുതൽ സഫയോടുള്ള നമ്മുടെ റിഫയോടുള്ള ഒരു സ്നേഹം അല്ലേ. ഈ 2 പേരും ഇപ്പോൾ ഒരുപോലെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പേരിലുള്ള മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ റിഫ അല്ലേ, ആ ഒരു പെൺകുട്ടി ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. ആ റിഫയോടുള്ള ഒരു ഇഷ്ടമാണ് ഈ മെഹനാസിനോടുള്ള ഒരു ശത്രുത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ. റിഫയെ സ്നേഹിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ആ ഒരു റിഫയെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പോൾ അവളുടെ ആ ഒരു മരണം അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. ആ ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ മെഹനാസിൻ്റെ വാക്കുകളാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മെഹനാസിനെ ഇത്രയും ആളുകൾ വിറക്കുന്നത് അല്ലേ. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ 100% സത്യമെന്ന് പറയുന്നത്. റിഫയോടുള്ള സ്നേഹമാണ് മെഹനാസിനോടുള്ള ഒരു ശത്രുതയായിട്ട് ഇന്ന് മാറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മെഹനാസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ലൈഫ്, അവൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ ലൈഫുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത് അവൻ വീണ്ടും നമ്മുടെ റിഫ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അവൻ കല്യാണം കഴിച്ചു. സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്നും കുറേ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫയോടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അവളെ നീ ചതിച്ചു അല്ലെങ്കിൽ അവളെ കൊന്നിട്ട് നീ സുഖമായിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ അവനക്കെതിരെ നെഗറ്റീവായിട്ട് കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, റിഫയുടെ ഒരു സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത്, നീ അധിക കാലം അവിടെ ജീവിക്കില്ല, അല്ലെങ്കിൽ റിഫയുടെ ഒരു ശാപം നിനക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ അധിക കാലമൊന്നും ഒന്നിച്ചു പോകില്ല എന്നും കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിലാണ് ഈ മെഹനാസ് ഒരു 2 സ്റ്റോറിയുമായിട്ട് വന്നത്. അതിൽ ആദ്യമായിട്ട് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വി ആർ സെപ്പറേറ്റഡ്, നോ മോർ കമൻസ് എന്നായിരുന്നു ഫസ്റ്റത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറി ഇട്ട ടൈമിൽ തന്നെ ഒരുപാട് ആളുകൾ അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി കണ്ടപാട് കുറേ ആളുകൾ പറഞ്ഞു, ഇത് ഞങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യമല്ല, നീയും നിൻ്റെ 2ാമത്തെ വൈഫും ഒരിക്കലും ഒരുമിച്ച് പോകില്ല, ഞങ്ങളുടെ റിഫയുടെ ശാപമാണ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ശാപം തന്നെയാണ് ഇതിനൊരു പിന്നിലുള്ള ഒരു കാരണം, നീ ഒരിക്കലും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മെഹനാസ് വീണ്ടും അടുത്തൊരു സ്റ്റോറി ഇട്ടു. അതായത് ഞാനും എൻ്റെ മകനും തമ്മിൽ വേർപിരിഞ്ഞു, എൻ്റെ മകൻ എൻ്റെ കൂടെയല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു 2ാമത്തെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായെങ്കിലും ഇതിന് ഒരു ന്യായീകരണം ഈ 2ാമത്തെ വൈഫായിട്ടുള്ള സഫയും അതുപോലെ തന്നെ മെഹനാസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ആളുകൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുകയും കുറേ ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊന്നും മെഹനാസ് ഇതിനൊരു റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു വീഡിയോ ഒരു ന്യായീകരണ വീഡിയോ എന്ന നിലക്ക് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ മെഹനാസ് ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ട് മെഹനാസ് കൂടുതൽ ഒരു കുഴപ്പത്തിലേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ആ ഒരു ന്യായീകരണ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും ഇവൻ പറയുന്നത് എന്താ പറയുക, ഫുള്ള് മണ്ടത്തരാണ്, അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ്. എന്താണ് ഇവന് സ്റ്റോറി ഇട്ടത്, അതും ഇവൻ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു ഫലിപ്പിക്കുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നത് കാണുന്ന ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു സ്റ്റോറി ഇട്ടത് തൻ്റെ മകനെ കുറിച്ചിട്ടാണ് എന്നാണ് മെഹനാസ് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യവും ഞാൻ എഴുതിയ കാര്യവും 2 രണ്ടായതെന്ന്. ഈ ഒരു സാധനം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് അപ്പം ഞാൻ എൻ്റെ ഭാര്യയുമല്ല എൻ്റെ മകനുമായിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം വി ആർ സെപ്പറേറ്റഡ് നോ മോർ കമൻസ് എന്ന് എഴുതുന്ന ഒരാൾക്ക് അതിനിടയിൽ ആ ഒരു മകൻ്റെ പേര് അസാനു എന്നുള്ള ഒരു മകൻ്റെ പേര് കൂടി അതിനിടയിൽ ചേർക്കുക എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായാണ്. അപ്പോൾ മെഹനാസ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇട്ടതിന് ശേഷം കുറേ ആളുകൾ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്, അതായത് ഞാനും എൻ്റെ മകനും തമ്മിൽ ഒരുമിച്ചല്ല എന്ന്. അങ്ങനെ 2ാമത്തെ സ്റ്റോറി ഇട്ടു. പക്ഷെ ആ സ്റ്റോറി വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, എൻ്റെ അനിയന് ഡിലീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയമാണ്, അനിയൻ ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും ഇടാം, നിങ്ങളുടെ അക്കൗണ്ടാണ്, നിങ്ങളുടെ ഫോണാണ്, അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി വീണ്ടും ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ.
അപ്പം ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ആക്കി ഇടണം. ഞാൻ എപ്പോഴും പറയും, സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളത് ക്ലിയർ ആക്കിയിട്ടില്ല. ഞാനും എൻ്റെ മകനും തമ്മിലാണ് പ്രശ്നം, ഞാനും എൻ്റെ വൈഫും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിലൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഇത്രയും നാളായിട്ട് അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് മെഹനാസ് ഒരു റീപ്ലൈ ആയിട്ട് വരുന്നത്. അത് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലാണ് പറയുന്നത്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ ഫോൺ കുറേ നാളായിട്ട് കേടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനുള്ള റീപ്ലൈ ഒന്നും തരാഞ്ഞത് എന്ന് മെഹനാസ് പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഫോൺ ഒരു പക്ഷേ കേടായിരിക്കും, മെഹനാസിൻ്റെ ഫോൺ കേടാവും, നിങ്ങളുടെ വൈഫിനായിട്ടൊരു പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ സഫനായിട്ടൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സഫയുടെ ഫോണിൽ നിന്നൊരു റീപ്ലൈ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ന്യായീകരണം കൊടുത്തുകൂടെ എന്നും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിനൊന്നും മെഹനാസിന് ഒരു മറുപടിയില്ല. അപ്പം മെഹനാസ് തന്നെ എന്താ പറയുക, ഒരു മറുപടിയുമായിട്ട് വന്നിട്ട് ഒരു 8ൻ്റെ പണി വാങ്ങി കൂട്ടി എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ കുറേ ആളുകൾ പറയണ്ട, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, അവരുടെ ലൈഫെല്ലാം അവർ ജീവിച്ചോട്ടെ, അവരുടെ ലൈഫൊക്കെ തന്നെയാണ്, അത് നമുക്കൊന്നും അല്ലേ, മെഹനാസ് വേറെ കല്യാണം കഴിച്ചതിലോ വേറെ ജീവിക്കുന്നതിലോ ഒന്നും നമുക്ക് പറയാനില്ല. അതിനിടയിൽ ഒരു ജീവൻ ഇല്ലാണ്ടായി, ഒരു ജീവൻ, ഒരു ഉപ്പയും ഇല്ല ഉമ്മയും ഇല്ലാതെ ഒരു ജീവൻ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ അതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ മെഹനാസ് പറയുന്നു, കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മകൻ്റെ കാര്യം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മകൻ എന്ത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ കൂടെയല്ല എന്നൊക്കെ സ്റ്റോറി ഇട്ടതെന്ന് മെഹനാസ് പറയുന്നുണ്ട്. ഇത്രയും വിഷമമുള്ള ആൾ ആ ഒരു മകനെ പറ്റിയിട്ട് എന്തേ അന്വേഷിക്കാത്തത്, അല്ലെങ്കിൽ എന്തേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാത്തത്. ഒരു പക്ഷെ അവർ വാങ്ങുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ആ ഒരു വീടിൻ്റെ അവിടെയെങ്കിലും പോയി നിന്ന് സ്വന്തം മകനെ കാണാനുള്ള ഒരു ആഗ്രഹം, ഒരു നല്ല ഉപ്പയാണ് അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുന്ന ഉപ്പയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മകനെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അല്ലേ, ഒരിക്കലെങ്കിലും തൻ്റെ മകനെ ഒന്ന് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. ഇതൊന്നും അവൻ്റെ മനസ്സിലില്ല. പക്ഷെ ഇപ്പം അവൻ പറയുന്ന ആളുകൾ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി ഇട്ടത്. അതൊരിക്കലും നീ പറയുന്ന കാര്യം, അതായത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവൻ തന്നെ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഇനി സഫ മടങ്ങി വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അവൻ്റെ ലൈഫിൽ. അപ്പം ഇനിയായിട്ട് അവനായിട്ട് അത് പറഞ്ഞ് ഒരുപാട് വഷളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ന്യായീകരണമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്കിടയിലാണ് 100% പ്രശ്നമെന്ന്. പിന്നെ നിങ്ങളുടെ മകൻ്റെ കാര്യം, അതെല്ലാവർക്കും 90% അല്ല 100% ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. സഫ മരിച്ചതിന് ശേഷം മകൻ നിങ്ങളുടെ കൂടെയല്ല, കോടതി ആ കുട്ടിയെ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. ആ ഒരു ചെറുപ്രായത്തിൽ ആരും തന്നെ അമ്മയുടെ ആ ഒരു സാന്നിധ്യമില്ലാത്ത ആ ഒരു അച്ഛൻ്റെ അടുത്തേക്ക് ചെറുപ്രായത്തിൽ ഒരു കുഞ്ഞുങ്ങളെയും ഒരു കോടതിയും വിട്ടുകൊടുക്കില്ല. അത് ഇനി പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ആ മകനെക്കുറിച്ച് എത്രയും വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ മകനെ കൂടെ നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും ഒന്ന് ചെറുതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒന്നുപോലും ചെയ്തു കൊടുത്തിട്ടില്ല എന്നിട്ട് വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നമ്മൾ ആരും അത്ര എന്താ പറയുക പൊട്ടന്മാരൊന്നല്ല. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു സ്റ്റോറിക്ക് പിന്നിലുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കുറേ ആളുകൾ ഇത് ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായി സഫയുടെ ഇഷ്യൂ, കാരണം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസും സഫയുടെ അവരുടെ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ ആളുകൾ അത് എന്തായി എന്ന് ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ആദ്യമേ ഒരു വീഡിയോ ചെയ്ത നിലക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇതിനിടയിൽ കുറേ കമൻസ് വരും, നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടില്ല, നമ്മളത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ന്യായീകരിക്കുമ്പോൾ അറിയുന്നവർക്ക് അറിയാം. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ മെഹനാസിനെതിരെ ഒരു കേസുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് പോക്സോ കേസിന് മാത്രം ഒരു കേസ് മാത്രം കോടതിയിൽ നിലനിൽക്കുന്നുള്ളൂ എന്ന് അവനും പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു കേസ് മാത്രമല്ല, 2 കേസാണ് അവൻ്റെ പേരിൽ നിലനിൽക്കുന്നത്. ഒന്ന് അതിനും പോക്സോ കേസിനും, പിന്നെ ഒന്ന് പ്രേരണ കുറ്റത്തിന്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അവൻ്റെ ഒരു വോയിസ്, സഫയുടെ ഒരു വോയിസ് ക്ലിപ്പ്, എന്താ പറയുക റിഫയുടെ ഒരു വോയിസ് ക്ലിപ്പ്. അവന് തന്നെ പറയുന്നുണ്ടാവും, നിനക്ക് ചാവണമെങ്കിൽ പോയി ചാവൂ എന്നൊക്കെ പറയുന്ന ആ കുറച്ച് വോയിസുകൾ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റിഫയെ ഒരു ആത്മഹത്യാ പ്രേരണയിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസും കൂടി അവനക്ക് നിലനിൽക്കുന്നുണ്ട് കോടതിയിൽ. എന്തായാലും അതിന് തീരുമാനം വന്നിട്ടില്ല, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് കോടതിയിലിട്ട്, അതൊരിക്കലും തള്ളിപ്പോയിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇവൻ അന്ന് ആ സ്റ്റോറി ഇട്ടതിന് പിന്നിലുള്ള കാരണം എന്നിവന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്താണ് ഇവന് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ ഇവന് പറഞ്ഞൊപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഒരു എന്താ പറയുക ന്യായീകരണമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി.